confidence, clarity, and pride in our language. This Malayalam speech express starts with courage and meaningful words. Let's welcome Anas for the beautiful Malayalam speech. മാന്യ സദസ്സിനെ വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് വെറുമൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനല്ല, മറിച്ച് മാന്യ സദസ്സിനെ വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്നിവിടെ നിൽക്കുന്നത് വെറുമൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനല്ല, മറിച്ച് അത് എൻ്റെ ഹൃദയത്തിൽ കത്തുന്ന ഒരു വികാരമാണ്. എൻ്റെ നാട്, എൻ്റെ പ്രതീക്ഷ. നാട് എന്നത് വെറുമൊരു മണ്ണല്ല, അത് നമ്മുടെ തിരിച്ചറിവാണ്, വികാരമാണ്. പച്ചപ്പ് പുതച്ച വയലുകളും നന്മ പറ്റാത്ത മനസ്സുകളും ഒഴുകുന്ന നദികളും. നമ്മുടെ നാട് എത്ര മനോഹരം! കേരളം മുതൽ കാശ്മീർ വരെ, ഗുജറാത്ത് മുതൽ ആസാം വരെ, ഓരോ ഇഞ്ചിലും വ്യത്യസ്ത സംസ്കാരങ്ങളാണ് പൂത്തുലയുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ നാടിൻ്റെ ഭംഗിയല്ല, മറിച്ച് അതിനെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. എൻ്റെ നാട് എൻ്റെ വിലാസമാണ്, അത് എൻ്റെ ഇന്നലകളാണ്. അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എൻ്റെ നാളെയുടെ പ്രതീക്ഷകളുമാണ്. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ചില അസ്വസ്ഥതകൾ കാണാം. വർദ്ധിച്ചു വരുന്ന മലിനീകരണം, നീതി നിർവഹണത്തിലെ പാളിച്ചകൾ, ലഹരിക്കടിമപ്പെടുന്ന യുവതലമുറ, ഇവയെല്ലാം നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവിടെയാണ് പ്രതീക്ഷ എന്ന വാക്കിന് ഏറെ പ്രസക്തി. പ്രശ്നം ഉള്ളിടത്തല്ലേ മാറ്റത്തിനായുള്ള ആഗ്രഹം ജനിക്കേണ്ടത്. അതെ, എന്റെ പ്രതീക്ഷ കേവലം മോഹങ്ങളല്ല, മറിച്ച് അവ ലക്ഷ്യങ്ങളാണ്. നന്മ പറ്റാത്തൊരു സമൂഹം, ജാതിക്കും മതത്തിനും രാഷ്ട്രീയതയ്ക്കും അപ്പുറം മനുഷ്യനെന്നൊരൊറ്റ വികാരത്തിൽ ഒന്നിക്കുന്ന ഒരു നാടാണ് എന്റെ സ്വപ്നം. വൻകിട കെട്ടിടങ്ങളും റോഡുകളും വരണം. വികസനം നമുക്ക് ആവശ്യമാണ്, പക്ഷേ അത് നമ്മുടെ പ്രകൃതിയെ നോവിച്ചുകൊണ്ടാവരുതെന്ന് മാത്രം. വിഷം കലരാത്ത വായുവും വെള്ളവും ലഭിക്കുന്ന, പ്രകൃതിയെ ബഹുമാനിക്കുന്ന, സഹജീവികളെ സ്നേഹിക്കുന്ന ഒരു നാടിനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഈ രാജ്യത്ത് ഇനി ഒരു കുട്ടി പോലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് ഇരുട്ടിൽ കഴിയരുത്. പുതിയ സാങ്കേതിക വിദ്യകളും അറിവും എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാവണം. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വ്യത്യാസമില്ലാതെ നീതി തുല്യമായി ലഭിക്കുന്ന ഒരു ഭരണകൂടം വരണം. നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഭയമില്ലാതെ തലയുയർത്തി നടക്കാൻ കഴിയണം. അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു തലമുറയെ എനിക്ക് കാണണം. ലോകത്തിന് മാതൃകയാകേണ്ട ശാസ്ത്രജ്ഞന്മാരും എഴുത്തുകാരും നല്ല മനുഷ്യരും നമ്മുടെ ഈ മണ്ണിൽ നിന്നു തന്നെ ഉയർന്നു വരണം. പ്രിയ സുഹൃത്തുക്കളെ, ഈ പ്രതീക്ഷകൾ കേവലം മോഹങ്ങളായി അവശേഷിക്കേണ്ടവയല്ല, മറിച്ച് അവ പ്രാവർത്തികമാക്കേണ്ടത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ തലമുറയാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ, കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങുക. നാമാണ് നാളെയുടെ ശില്പികൾ. ചെറിയ കാര്യങ്ങളിൽ തുടങ്ങുന്ന ഈ മാറ്റങ്ങൾ പിന്നീട് നമ്മുടെ നാടിനെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സ്വർഗമാക്കി മാറ്റുന്നു. നമുക്ക് കൈകോർക്കാം. സ്വപ്നങ്ങളുടെ നിറമുള്ള, പ്രതീക്ഷകളുടെ വെളിച്ചമുള്ള നമ്മുടെ ഈ നാടിനു വേണ്ടി പുതിയൊരു ചരിത്രം രചിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.